ബീഹാറിൽ എൻ.ഡി.എ മന്ത്രിസഭ അധികാരമേറ്റ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ എൻ.ഡി.എക്ക് കനത്ത തിരിച്ചടി. സത്യപ്രതിജ്ഞ ചെയ്ത രണ്ടാം ദിവസം പിന്നിടുമ്പോൾ തന്നെ ബീഹാറിൽ മന്ത്രി രാജിവെച്ചു. പുതിയ വിദ്യാഭ്യാസ മന്ത്രി മേവാലാൽ ചൗധരിയാണ് രാജിവെച്ചത്. അഴിമതിയടക്കം നിരവധി കേസുകളിൽ മുങ്ങിക്കുളിച്ച മേവാലാൽ ചൗധരിയെ മന്ത്രിയാക്കിയതിൽ ബീഹാറിൽ കനത്ത പ്രതിഷേധമുയർന്നിരുന്നു. ആർ.ജെ.ഡിയുടെ തേജസ്വി യാദവ് അടക്കം ശക്തമായ രീതിയിൽ മേവാലാൽ ചൗധരിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അഴിമതി വിരുദ്ധ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച രണ്ടാം മോദി സർക്കാരിന്റെ കീഴിലുള്ള ബീഹാർ മന്ത്രിസഭയിൽ അഴിമതി വീരനെ മന്ത്രിയാക്കിയതിൽ കനത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതോടെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട മേവാലാൽ ചൗധരിയെ രാജിവെപ്പിച്ച ബി.ജെ.പിയുടെ മുഖം രക്ഷിക്കുകയായിരുന്നു. നേരത്തെ ദേശീയ ഗാനം പോലും ശരിക്കും പാടാൻ അറിയാത്ത മേവാലാൽ ചൗധരിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ദേശീയ ഗാനം പോലും അറിയാത്ത ഒരാളെ ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതിനെതിരെയും ബീഹാറിൽ ശക്തമായ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ക്രിമിനൽ വിശ്വാസലംഘനം, വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചനാക്കുറ്റം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു നേരത്തെ ചൗധരിക്കെതിരെ ചുമത്തിയിരുന്നത്. ചൗധരിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വിഷയം സഭയിൽ ഉന്നയിക്കുമെന്നുമൊക്കെ പറഞ്ഞ വലിയ കോലാഹലങ്ങൾ അന്നത്തെ ബീഹാർ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ ബി.ജെ.പി നേതാവുമായ സുശീൽ കുമാർ മോദി അടക്കം നടത്തിയിരുന്നു. അന്നത്തെ ബീഹാർ ഗവർണറും ഇന്നത്തെ രാഷ്ട്രപതിയുമായ രാംനാഥ് കോവിന്ദിന്റെ നിർദ്ദേശപ്രകാരം 2017 ചൗധരിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ JDU NDA സഖ്യത്തിൽ ചേർന്നതോടെ ബി.ജെ.പിയുടെ പ്രതിഷേധവും തണുക്കുകയായിരുന്നു. ഒരിക്കൽ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുവായിരുന്ന ചൗധരിയെ നൈസായി മന്ത്രിസഭയിൽ തിരുവിക്കയറ്റി പ്രായശ്ചിത്തം ചെയ്യാമെന്ന ബി.ജെ.പിയുടെ ശ്രമങ്ങളാണ് ബീഹാറിലെ ജനങ്ങളും പ്രതിപക്ഷമായ ആർ.ജെ.ഡിയും തകർത്തത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid, soft on hands.